ഒരാളുടെ വിജയത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് കൂട്ടുകെട്ടാണ്. ശരിക്കും കൂട്ടുകെട്ട് തെറ്റായ രീതിയിലേക്കും നല്ല രീതിയിലേക്കും നയിക്കുന്നില്ലേ? അതായത് പിയർ ഗ്രൂപ്പിന് താങ്കൾ പറഞ്ഞതുപോലെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഒരു കുട്ടിയുടെ വളർച്ചയിൽ. ഏതൊരു ക്യാമ്പസിലായാലും ഈ പിയർ ഗ്രൂപ്പിൽ നിന്നാണ് കുട്ടികൾ ഒത്തിരി കാര്യങ്ങൾ, പാഠപുസ്തകത്തിന് പുറത്തുള്ള കാര്യങ്ങൾ അവർ ഇംബൈബ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് പ്രഷർ ചെലുത്തുന്ന ഒരു പിയർ ഗ്രൂപ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളൊരു പിയർ ഗ്രൂപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് സഹായകമാവും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ ലഹരി ഉപയോഗത്തിന് അടിപ്പെട്ട കൂട്ടുകാരുള്ള ഒരു കുട്ടിയാണ്, ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള കുട്ടികളോട് വളരെ മോശമായി പെരുമാറുന്ന ശീലമുള്ള കുട്ടികളുടെ ഗ്യാങ്ങിലാണ് ചെന്ന് പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. അതുകൊണ്ട് അത് കുട്ടികളെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു പിയർ ഗ്രൂപ്പ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ പാഠങ്ങൾ അധ്യാപകരും പേരൻസും ഒക്കെ ചെറുപ്പത്തിലേ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. കേൾക്കുമ്പോൾ അതൊരു പക്ഷേ നമുക്ക് ജനാധിപത്യ വിരുദ്ധമായി തോന്നാം, അല്ലെങ്കിൽ അത് സെലക്റ്റീവ് ആവുന്നു എന്നൊക്കെ നമുക്ക് ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. പക്ഷേ പിയർ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന പല കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ പല വലിയ വലിയ കമ്പനികളും പടുത്തുയർത്തിയിരിക്കുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി നോക്കിയാൽ അറിയാം, ഇവർക്കൊക്കെ നല്ല നല്ല ആശയങ്ങൾ ചർച്ച ചെയ്യാൻ നല്ല കൂട്ടുകാരുണ്ടായിരുന്നു. ഇപ്പോൾ സർജി ബ്രിനും ലാറി പേജും ആയാലും, സച്ചിൻ ബെൻസാലും ബിന്നി ബെൻസാലും ആയാലും, ജെഫ് ബെസോസ് ആയാലും, ഇവർക്കൊക്കെ ആപ്പിൾ സ്റ്റീവ് ജോബ്സ് ആയാലും, ഇവർക്കൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വളരെ നല്ല ഫ്രണ്ട്സ്, സൗഹൃദ സർക്കിളുകൾ ഉണ്ടായിരുന്നു. ആ സർക്കിളിൽ നിന്നാണ് അവരവരുടെ ആശയങ്ങളെ, ജെയിംസ് ഗോസ്ലിങ്ങിൻ്റെ ജാവ തന്നെ അതിനൊരു ഉദാഹരണമാണ്.